ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ ഏറ്റവും മികച്ച ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ്. ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെൽ and it is also known as voltaic cell. അല്ലെ, അപ്പോൾ ഒന്നാണ് ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ voltaic cell എന്ന് പറയും. So main example is the important example of galvanic cell is Daniel's. So Daniel cell consists of two electrodes, that is the anode is zinc rod dipped in zinc sulfate solution. ഇതാണ് Daniel cellന്റെ anode എന്ന് പറയുന്നത്. And the cathode is copper rod dipped in copper sulfate solution. It acts as cathode. അപ്പോൾ anode cathode. And the two electrodes are internally connected by a salt bridge. And externally through a wire. ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. ആൻഡ് കാഥോഡ്. ഇനി കൂടുതൽ റിയാക്ഷൻസ് നമ്മളൊക്കെ പഠിച്ചു പോയതാണ്. അത് നേരെ റിയാക്ഷൻസ് ചെയ്താണ്. അറ്റ് ആനോഡ് എന്താണ് സംഭവിക്കുക? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് ഈസ് കൺവേർട്ടഡ് ടു സിങ്ക് 2++2 ഇലക്ട്രോൺ. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആനോഡ് നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ആനോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പഠിച്ചതാണ്. കൃത്യമായിട്ട് സിങ്ക് ഈസ് കൺവേർട്ടഡ് ടു സിങ്ക് 2++2 ഇലക്ട്രോൺ. ആനോഡ് ദി സിങ്ക് ഈസ് ഗോയിങ് ടു ഡിസോൾവ് ഇൻ ദി സൊല്യൂഷൻസ്. And at cathode it undergo reduction. നമുക്കറിയാം Cu2++2 ഇലക്ട്രോൺ gives Cu. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടും. സെൽ റിയാക്ഷൻ is equal to Zn solid plus Cu2+ aqueous gives Zn2+ aqueous plus Cu solid. നമുക്ക് എന്ത് കിട്ടി? സെൽ റിയാക്ഷൻ കിട്ടി. And this cell gives a potential of potential of 1.1 volt. ഇതാണ് ഡാനിയൽ സെല്ലിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്, അല്ലെ? അപ്പൊ കൃത്യമായിട്ട് റിയാക്ഷൻ നടക്കുന്നു, റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു, ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാവുന്നു. ഇലക്ട്രോൺ എങ്ങനെ ഫ്ലോ ചെയ്യാൻ നമുക്കറിയാം. എവിടെയാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക? അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അല്ലെ? അപ്പം നമുക്കറിയാം ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ഈസ് from zinc to copper electron, from anode to cathode. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ കൺവെൻഷൻ അങ്ങനെയാണ്, ഫിസിക്കൽ നമ്മൾ എടുത്തുള്ള അങ്ങനെയാണ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങോട്ടായിരിക്കും? കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്രം കോപ്പർ ടു സിങ്ക് ആണ്. കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ്. നമുക്കറിയാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ ഇത്ര നമ്മൾ എഴുതി. ഇത് ഓക്കെയാണ് എങ്കിൽ ഇവിടെ ചോദ്യം ഉണ്ടല്ലേ, എന്തിനാണ് പിന്നെ ഈ സാൾട്ട് ബ്രിഡ്ജ് എന്ന സാധനം ഇതിൽ വെച്ചിട്ടുള്ളത്? എന്തിനാണ് സാൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളത്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി മനസ്സിലാക്കുക. എന്തിനാണ് സാൾട്ട് ബ്രിഡ്ജ്? എന്താണ് അതിന്റെ ആവശ്യം എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോളൂ. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് യു ട്യൂബ് ആണ്, അല്ലേ? യു ആകൃതിയിലുള്ള ഒരു ട്യൂബ് ഞാൻ ഇറക്കി വെച്ചിരിക്കണം. ഇൻവെർട്ടഡ് യു ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നതിന്റെ പ്രത്യേകത നോക്കൂ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് KNO3 KCl പോലെയുള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആണ്, റിയാക്റ്റീവ് ഇലക്ട്രോലൈറ്റ് അല്ല. അപ്പൊ അത് ഇവയുടെ റിയാക്ഷൻസിൽ, റിഡോക്സ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, ഇനേർട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് അഗർ സൊല്യൂഷൻ. അഗർ പേസ്റ്റ്. അഗർ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജെല്ല് പോലെയുള്ള സാധനമാണ്. അത് ഇതിലൂടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നോക്കാം. എന്താണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3 ഫങ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്ന്, ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും? നിങ്ങൾ എങ്ങനെയാണ് നോക്കാം? ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ? അപ്പൊ നോക്കൂ, ഇതാണ് സ്വാഭാവികമായിട്ടുള്ള ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്.
പക്ഷെ ഒരു സംശയം നിങ്ങൾക്കുണ്ട്, എന്തിനാണ് ഞാൻ ഇത് ഇൻവെർട്ടഡ് ട്യൂബോട് വെച്ചിട്ടുള്ളത് അല്ലേ? സാൾട്ട് ബ്രിഡ്ജാണ്. എന്താണ് സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രത്യേകത നോക്കാം. സാൾട്ട് ബ്രിഡ്ജ് ഈസ് എ ഇൻവെർട്ടഡ് യു ട്യൂബ്. യു ആകൃതിയിലുള്ള ഇൻവെർട്ടഡ് യു ആകൃതിയിലുള്ള ഒരു ട്യൂബാണ്. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് KNO3 ആൻഡ് KCl. ഇപ്പൊ KNO3 KCl പോലുള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആണ്, വേർഡ് നന്നായി ശ്രദ്ധിക്കുക. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആണ്, റിയാക്റ്റീവ് അല്ല. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണ്, ഒരേപോലെ ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് അഗർ അഗർ ജെല്ല്. അഗർ അഗർ ജെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ജെല്ല് പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് ഇതിനോട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇവയുടെ ഫങ്ഷൻസ്, എന്താണ് ഇവയുടെ ധർമ്മം, എന്താണ് ഇവയുടെ ഡ്യൂട്ടി എന്ന് നോക്കാം നമുക്ക്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ടു മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്നാണ്. അതെന്താന്ന് നോക്കൂ. ഇപ്പൊ നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് ചാർജുകളാണ്. ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഇതിലൂടെ മൂവ് ചെയ്യും അല്ലേ? ഇലക്ട്രോണുകൾ ഇങ്ങനെ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങനെ ആനോണ്ടിൽ നിന്ന് കാർഡിലോട്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? സിങ്ക് അയോണായിട്ട്, സിങ്ക് 2+ അയോണായിട്ട് സൊല്യൂഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് കൂടി കൂടി വരും. അങ്ങനെ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുന്ന് കുറച്ച് ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊരു വിഷമുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ പോവല്ലേ? അങ്ങനെ കണ്ട് നീ പോകണ്ട. അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജുകൾക്ക് വിഷമുള്ളത് കൊണ്ട് ഇലക്ട്രോണെ വല്ലാതെ കൂട്ടണം വലിച്ചിടും. നീ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് പിടിക്കും. കുറച്ച് സമയം കഴിഞ്ഞാലാണ് സിങ്കിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഇവ ഇലക്ട്രോണുകൾ ഇങ്ങനെ തള്ളി പിടിച്ചോളും. അപ്പൊ ഇലക്ട്രോൺ അങ്ങോട്ട് പോവുകയില്ല. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്നുള്ള Cu2+ ഒക്കെ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാണ്, ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നെഗറ്റീവിന്റെ അയോണിന്റെ കോൺസെൻട്രേഷൻ പോകും. അപ്പൊ ഓൾറെഡി ഇവിടെ നെഗറ്റീവ് അയോൺസ് ഉള്ളത് കൊണ്ട് ഇവ എന്ത് ചെയ്യും? മറ്റവനോട് ഇങ്ങനെ വരണ്ട എന്ന് പറയും. ആ വരുന്ന ഇലക്ട്രോണുകളെ ഇവനെ തടയും. ഇവന് വലിയ താല്പര്യമില്ല, ഓൾറെഡി ഞാൻ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് ഈ കുറച്ച് ഇലക്ട്രോൺസ് കൊണ്ട് നിന്നിട്ട് വരണ്ടെന്ന് പറഞ്ഞ് ആ ഇലക്ട്രോണുകളെ അങ്ങോട്ട് തടയാനുള്ള ടെൻഡൻസിയും കൂടും. അപ്പൊ ഇവിടെ രണ്ട് ആൾക്കാരുണ്ട്, വില്ലന്മാര്. ഇവിടെ ഇവനുണ്ട്, ഇവിടെ ഇവനുണ്ട്. ഇവൻ ഇലക്ട്രോണെ പോകാൻ അനുവദിക്കില്ല, ഇവൻ ഇലക്ട്രോണെ വരാനും അനുവദിക്കില്ല. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ഇല്ലെങ്കിൽ പിന്നെ കറണ്ട് ഇല്ലല്ലോ. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ സുഖമായിട്ട് നടക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇവനെയും ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റും. അതിനാണ് നമ്മൾ ഈ സൊല്യൂഷൻസ് ഉള്ളത്, ഈ ഇലക്ട്രോലൈറ്റ് ഉള്ളത്. ഇവിടെ എന്തുണ്ട്? K+ ഉണ്ട്, NO3- ഉണ്ട്, K+ ഉണ്ട്, Cl- ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സ്ചർ ഉപയോഗിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഇവൻ ഈ നെഗറ്റീവ് സൈഡിനെ Cl- കുറച്ച് ആൾക്കാരെ കണ്ടിറങ്ങി വരും. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലാക്കും, പോസിറ്റീവിനൊക്കെ ന്യൂട്രലാക്കും. അപ്പൊ ആ പിടുത്തം ഒഴിവായി ഇലക്ട്രോൺസ് ഫ്ലോ സുഖമായിട്ട് ഫ്ലോ ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത്, അപ്പൊ പോസിറ്റീവ് ചാർജ് അയോൺസ് വരും. എന്നിട്ട് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ കൂളായിട്ട് ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും, സുഖമായിട്ട് വരാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി, ടു മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ. എന്താ? ഇങ്ങോട്ട് വരുന്ന അതേ വേഗതയിൽ തന്നെ ഇങ്ങോട്ടും പോകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവൻ അവിടെ പിടിച്ചു നിർത്തും, പക്ഷെ ഇവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അനുവദിക്കൂല അല്ലേ? അപ്പൊ ഈ രണ്ട് K+ന്റെയും Cl- അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നയും ഈ സാൾട്ട് ബ്രിഡ്ജിലുള്ള അയോൺസിന്റെ വേഗത, മൊബിലിറ്റി, വെലോസിറ്റി സെയിം ആയിരിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ സെയിം വെലോസിറ്റി, K+ന്റെ അയണിക് മൊബിലിറ്റിയും Cl- അയണിക് മൊബിലിറ്റിയും സെയിം ആയിരിക്കണം, സെയിം വെലോസിറ്റി ആയിരിക്കണം. അപ്പോഴാണ് ഒരേപോലെ രണ്ട് ഭാഗത്തോട്ട് എത്താൻ വേണ്ടി പറ്റുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ എതിർ കക്ഷികളെ അടിച്ചൊതുക്കുന്നു, അവരെ ന്യൂട്രലാക്കി നിലനിർത്തുന്നു. അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ സുഖമായി നടക്കുന്നു. ദ ഫസ്റ്റ് ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ഡ്യൂട്ടി എന്താ? സെക്കൻഡ് ഡ്യൂട്ടി നമുക്കറിയാലോ, കംപ്ലീറ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ പോകുന്നു, പിന്നെ അയോൺസിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ്. സോ കംപ്ലീറ്റ് ദി സർക്യൂട്ട്. സെക്കൻഡ് ഡ്യൂട്ടി ഈസ് കംപ്ലീറ്റ് ദി സർക്യൂട്ട്. അപ്പൊ സാൾട്ട് ബ്രിഡ്ജ് എടുത്തു കളഞ്ഞാൽ പിന്നെ ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, കാരണം സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ഡ്യൂട്ടി. മൂന്നാമത്തെ ഡ്യൂട്ടി, ഇത് അവോയ്ഡ് ദി ഇന്റേണൽ മിക്സിംഗ്. ഇന്റേണൽ മിക്സിംഗ് അവോയ്ഡ് ചെയ്യുന്നു.
ഇന്റർ മിക്സ് അവോയ്ഡ് ചെയ്യാൻ കാരണം എന്താ? ഇത് അഗർ അഗർ ജെല്ല് പേസ്റ്റ് ചെയ്തിട്ടുള്ള ട്യൂബാണ്. നമുക്കിപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ സാധാരണ ഗ്ലാസ് ട്യൂബ് വെച്ച് കൂട്ടാം. ഒരു സാധാരണ ഗ്ലാസ് ട്യൂബ് വെച്ചാൽ കാപ്പിലറി ആക്ഷൻ മൂലം ഇവിടുന്ന് സിങ്കിന്റെ സൊല്യൂഷൻ കയറും, ഇവിടുന്ന് കോപ്പറിന്റെ സൊല്യൂഷൻ കയറും. അപ്പൊ അവർ തമ്മിൽ മിക്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? പക്ഷെ ഇവിടെ ഈ സാൾട്ട് ബ്രിഡ്ജ് ആയതുകൊണ്ട് പേസ്റ്റ് ആണ്, ജെൽ ടൈപ്പ് അഗർ അഗർ സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് കാപ്പിലറി ആക്ഷൻ കുറവായിരിക്കും. അപ്പൊ സൊല്യൂഷൻസ് വല്ലാതെ അങ്ങ് കയറിപ്പോകില്ല. സോ എന്ത് സംഭവിക്കുന്നു? ഇന്റേണൽ മിക്സിംഗ് അവോയ്ഡ് ചെയ്യുന്നു. ഇനി നാലാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻസൽ ദി ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ ഇല്ലാതെയാക്കുന്നു. എന്താണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഞാൻ മിക്സിംഗ് നടന്നു എന്ന് കൂട്ടാം. ഇതിലൂടെ സിങ്ക് സൾഫേറ്റും കയറി, ഇതിലൂടെ കോപ്പർ സൾഫേറ്റും കയറി. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ആ രണ്ടിന്റെയും ഇടയിൽ വെച്ചിട്ട് രണ്ടിന്റെയും ജംഗ്ഷനിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. പക്ഷേ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് വെച്ചാൽ ആ ഇന്റേണൽ മിക്സിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയുമില്ല. ഇപ്പൊ 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് സാൾട്ട് ബ്രിഡ്ജിൻ്റെത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1 മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, 2 കംപ്ലീറ്റ് ദി ഇലക്ട്രിക്കൽ സർക്യൂട്ട്, 3 avoid the internal mixing, and the fourth one is it cancel the liquid junction potential. Clear ആയല്ലോ? ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു കുസൃതി ഒപ്പിക്കാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ പോകണം. ഇനി ഞാൻ ഒരു പണി എടുക്കാൻ പോവാണ്. എന്താ പണി? ഞാൻ ഇതിനെ തിരിച്ച് ഇതിലോട്ട് ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കാം. ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഞാൻ കൊടുക്കാം. ഈ ഇതിലോട്ട് തിരിച്ച് അങ്ങോട്ടൊരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഞാൻ കൊടുക്കും. അപ്പൊ നമുക്ക് ഒന്നാമത് ഞാൻ കൊടുത്തു കേസ് 1. 3 കേസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് കേസ് ഞാൻ കൊടുത്ത എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ലെസ് ദാൻ 1.1 വോൾട്ട് ആണ്. ലെസ് ദാൻ 1.1 വോൾട്ട്. സെല്ലിന്റെ EMF ആണ് 1.1 വോൾട്ട്. അതിനേക്കാൾ കുറവുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ അങ്ങോട്ടില്ല, ഇതിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ആ സമയത്ത് അവിടുന്ന് ഇങ്ങോട്ടും കുറച്ച് ഇലക്ട്രോൺ വരുന്നുണ്ട്. അതാണ് നമ്മൾ കൊടുത്ത ഓപ്പോസിംഗ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന്റെ അത്ര പവർ അല്ല ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ലെസ് ദാൻ 1.1 വോൾട്ട് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന എന്റെക്കാൾ ശക്തി കുറഞ്ഞ ആൾ ഇങ്ങോട്ട് വന്നാൽ എനിക്കതൊരു തടസ്സമല്ല, ഞാൻ കൂളായിട്ട് മൂവ് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺ കൂളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്പൊ നടക്കുന്ന വർക്ക് ഇങ്ങനെ ഒരു മാറ്റവും വരില്ല. അപ്പൊ നമുക്ക് പറയാം ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട് തന്നെയാണ്. കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലോട്ട് തന്നെയാണ്. സിങ്ക് ഡിസോൾവ് ചെയ്യുന്നു, കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഒരു മാറ്റവുമില്ല. എങ്ങനെയാണോ റിയാക്ഷൻ നടക്കുന്നത് അങ്ങനെ തന്നെ നടന്നു. If the external field is less than 1.1 volt. ഇനി കരുതൂ ഞാൻ വീണ്ടും പൊട്ടൻഷ്യൽ കൂട്ടി. രണ്ടാമത്തെ കേസ് നോക്കൂ. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1.1 വോൾട്ട് ആണെന്ന് കരുതുക. എന്താണോ സെല്ലിന്റെ EMF അത്ര തന്നെ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഞാൻ കൊടുത്താൽ എന്റെ അതേ ശക്തിയുള്ള ആളാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഞങ്ങൾ ബലാബലത്തിൽ നിൽക്കും. എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനും പറ്റില്ല, അവനെങ്ങോട്ട് മൂവ് ചെയ്യാനും പറ്റില്ല. ഞങ്ങൾ അവിടെ തടഞ്ഞു നിൽക്കും അല്ലേ? അങ്ങനെ തടഞ്ഞു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? കറന്റ് ഫ്ലോ ഉണ്ടാവില്ല, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യില്ല, കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം there is no electron flow, no current flow and no chemical reaction. രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. കേസ് 3. ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൂട്ടി 1.1 വോൾട്ടിനെക്കാളും കൂടുതൽ ഞാൻ കൊടുത്തു. അപ്പൊ എന്റെ കോള ശക്തിയുള്ള ആളാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് അവനെ തോൽപ്പിക്കാനാവില്ല. അവൻ എന്നെ തോൽപ്പിച്ച് ഇതുവഴി കടന്നു പോകും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങും. നേരത്തെ കോപ്പറിലോട്ട് ഇലക്ട്രോൺ വന്നത് തിരിച്ച് സംഭവിക്കുന്നു, ഇലക്ട്രോൺ സിങ്കിലോട്ട് വരാൻ തുടങ്ങും. അപ്പൊ നേരെ ഡയമെൻഷൻ മാറിയില്ലേ? എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? അതിന് നേരെ ഓപ്പോസിറ്റ് ആയി മാറും, നേരെ ഉൾട്ടയാവും. അപ്പൊ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടാവും, കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാവും. അപ്പൊ ആരെ ഡിസോൾവ് ചെയ്യുക? അപ്പൊ കോപ്പർ ഡിസോൾവ് ചെയ്യുന്നു, സിങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് അല്ലല്ലോ, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. സാധാരണ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന് ഓപ്പോസിറ്റ് ആണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്.
അത് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണോ സെല്ലിന്റെ EMF അതിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുന്ന ഒരു സെല്ലിന് നമ്മൾ പേര് പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് ക്ലാസ്സിൽ. എന്തായിരുന്നു? ഇലക്ട്രോലൈറ്റിക് സെൽ. യെസ്, ഇലക്ട്രോലൈറ്റിക് സെൽ അല്ലേ. നമ്മൾ പ്രഷർ കൊടുത്തിട്ട് വോൾട്ടേജ് കൊടുത്തിട്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തി. അതാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ വലിയൊരു അറിവ് നമുക്ക് കിട്ടി. എ ഗാൽവാനിക് സെൽ ഓർ ഇലക്ട്രോകെമിക്കൽ സെൽ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇലക്ട്രോലൈറ്റിക് സെൽ. An electrochemical cell can be converted to electrolytic cell. എപ്പോഴാ? By applying an external potential that should be greater than the EMF of the cell. അപ്പോൾ ഡാനിയൽ സെല്ലിനെക്കാളും കൂടുതൽ EMF ഉള്ള ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ നമുക്ക് കൊടുത്താൽ ഡാനിയൽ സെല്ലിനെ നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഏതൊരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനെയും നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ലാക്കാം by applying external potential greater than the EMF of the cell. Batteries. We all are very familiar with the different types of batteries. The batteries which are used in our clocks, watches, and mobile phones and motor vehicles. Some of the batteries are rechargeable. The batteries we are using in our mobile phones and our vehicles, that are also rechargeable batteries. But the batteries which are used in our watches and in our clocks, in even our toys, that cannot be recharged. How some type of batteries are rechargeable and why some of the types batteries are not rechargeable? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് മൂവ് with the batteries. Batteries should contain one or more number of cells. What is a cells? Cells, a battery is typically a galvanic cell. ഒരു galvanic cell ആണ്. Galvanic cell നമുക്കറിയാം, which converts chemical energy of a spontaneous reaction into electrical energy. അപ്പോൾ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിലധികം സെല്ലുകൾ കൂടി ചേർന്നതാണ് ബാറ്ററീസ് എന്ന് പറയുന്നത്. ആൻഡ് ബാറ്ററീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടു. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ബാറ്ററി. പ്രൈമറി ബാറ്ററി ഒന്നാമത്തെ ബാറ്ററി നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ബാറ്ററി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ബാറ്ററി. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ബാറ്ററി. വാട്ട് ഈസ് പ്രൈമറി ബാറ്ററി? എന്താ പ്രത്യേകത? പ്രൈമറി ബാറ്ററിൻ്റെ പ്രത്യേകത, ദ റിയാക്ഷൻ occur only once. The reaction occur only once. ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ. And it become dead. It become dead over a period of time. നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഡായി പോകും. അതിന് പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാതെയാവും. നമ്മുടെ വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, നമ്മുടെ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഒക്കെ പ്രൈമറി ബാറ്ററിയാണ്. സോ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി വൺസ് ആൻഡ് ബിക്കം ഡെഡ് ആഫ്റ്റർ എ ലോങ് യൂസേജ്, ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം. ആൻഡ് സോ വി ക്യാൻ സേ ഇറ്റ് cannot recharge. It cannot recharge. And it cannot reuse. It cannot reuse. അപ്പോൾ റീചാർജ് ചെയ്യാൻ പറ്റാത്ത, റീയൂസ് ചെയ്യാൻ പറ്റാത്ത, ഒറ്റ പ്രാവശ്യം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ബാറ്ററീസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ബാറ്ററി. പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് ഡ്രൈ സെല്ലാണ്, രണ്ട് മെർക്കുറി സെല്ലാണ്. ഡ്രൈ സെൽ ആൻഡ് മെർക്കുറി സെൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓരോ സെല്ലിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതിൻ്റെ ആനോഡ് ഏതാ, കാഥോഡ് ഏതാ, ഇലക്ട്രോലൈറ്റ് ഏതാ, ആനോഡിലെ റിയാക്ഷൻ എന്താ, കാഥോഡിലെ റിയാക്ഷൻ എന്താ, സെൽ റിയാക്ഷൻ എന്താ, ഇത്രയും കാര്യങ്ങൾ ഓരോ സെല്ലിനെ കുറിച്ചും നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെല്ലിലോട്ട് പോവാണ്. പ്രൈമറി സെല്ല്. ദ ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ സെൽ ആൻഡ് ദിസ് ആൾസോ നെയിംഡ് ആസ് ലെക്ലാഞ്ചെ സെൽ. ലെക്ലാഞ്ചെ എന്നുള്ള സയൻറ്റിസ്റ്റാണ് ഈ സെല്ല് ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ പറയുന്നത്. ലെക്ലാഞ്ചെ സെൽ എന്ന് പറയാം. ദാറ്റ് ഇസ് ഡ്രൈ സെൽ. ഡ്രൈ സെൽ നമുക്കറിയാവുന്നതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എവരിഡേ ബാറ്ററീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ റിമോട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ ടോയ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ക്ലോക്കിൽ ഉപയോഗിക്കുന്ന നീണ്ട ബാറ്ററീസ്,
ദാറ്റ് ആസ് ഡ്രൈ സെൽ. നമ്മുടെ കുട്ടിക്കാലത്ത്, ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ബാറ്ററി പൊളിച്ച് നോക്കിയിട്ടുണ്ട്, അങ്ങനെ പൊട്ടി നോക്കും. അന്ന് മെറ്റാലിക് കോട്ടിംഗ് അല്ലായിരുന്നു, പകരം പേപ്പർ കോട്ടിംഗ് ആയിരുന്നു. സോ ഇറ്റ് ഇസ് വെരി ഈസി ടു കട്ട് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് കാണാം ഒരു നീണ്ട ഒരു മെറ്റൽ റോഡ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളറിലൊരു മെറ്റൽ റോഡ് ഉണ്ടാവും, അടിയിലൊരു പ്ലേറ്റ് ഉണ്ടാവും, ഒരു സിൽവർ കളർ ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അന്ന് നമുക്കറിയില്ല ഇതെന്താ സംഭവം. നൗ വി നോ ദ കെമിസ്ട്രി ഓഫ് എ സെൽ. ആ നീണ്ട റോഡാണ് അതിൻ്റെ കാഥോഡ്, ആ അടിയിലുള്ള പ്ലേറ്റാണ് അതിൻ്റെ ആനോഡ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഡ്രൈ സെല്ലിലെ ആനോഡ് എന്ന് പറയുന്നത് സിങ്കാണ്. അതായത് നമ്മൾ താഴ്ഭാഗം കാണുന്ന പ്ലേറ്റ്, സിൽവർ കളർ കാണുന്ന പ്ലേറ്റ്, ദാറ്റ് ഈസ് ആനോഡ്. ആനോഡ് ഈസ് സിങ്ക് ആൻഡ് കാഥോഡ് ഈസ് ഗ്രാഫൈറ്റ് റോഡ്, ഒരു ലോങ് റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ. അപ്പം MnO2, പൗഡേർഡ് MnO2 കാർബണും സറൗണ്ട് ചെയ്തിട്ടുള്ള ഗ്രാഫൈറ്റ് റോഡാണ് ഡ്രൈ സെല്ലിലെ കാഥോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇലക്ട്രോലൈറ്റ് ഇസ് എ പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. നിർബന്ധമായിട്ട് ഇത് ഓർത്തിരിക്കണം, എല്ലാ ഓർമ്മയിലുണ്ടാവണം. ഇലക്ട്രോലൈറ്റ് ഏതാ? പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ്. ആനോഡിലെ റിയാക്ഷൻ നോക്കൂ, ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. സിങ്ക് ഈസ് കൺവേർട്ട് ടു സിങ്ക് 2++2 ഇലക്ട്രോൺ. ആൻഡ് ദ കാഥോഡ് റിഡക്ഷൻ ആണ് MnO2 plus NH4 plus 1 electron gives MnOH plus NH3. So we are adding this cathode and anode reaction. So you will get the cell reaction or the net reaction, that is equal to Zn plus MnO2 plus NH4 plus gives Zn2 plus MnOH plus NH3 plus electron. This is the cell reaction. This is the cell reaction. അപ്പോൾ നോക്കൂ, ഈ സെൽ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? Zn ആനോഡാണ്, MnO2 കാഥോഡാണ്. NH4+ എവിടെ നിന്ന് വന്നു? NH4+ എവിടെ നിന്നാണ് വന്നത്? NH4+ is coming from electrolyte. NH4+ is coming from electrolyte. So the cell reaction involves the ions from solution. So the concentration of the solution may change. നന്നായി ശ്രദ്ധിക്കുക. സെൽ റിയാക്ഷനിൽ ഇലക്ട്രോലൈറ്റിൽ നിന്നുള്ള സൊല്യൂഷനിൽ നിന്നുള്ള അയോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെൻട്രേഷന് വ്യത്യാസം വരാം. കോൺസെൻട്രേഷന് വ്യത്യാസം വരുമ്പോൾ കൃത്യമായി EMF അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ക്ലോക്കിലെ ബാറ്ററീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ലോക്ക് എങ്ങനെ പെട്ടെന്ന് നിൽക്കുക? പെട്ടെന്ന് സഡനായിട്ട് ക്ലോക്ക് നിൽക്കില്ല. നമുക്കറിയാം അതൊരു 10 വൈകി ഓടും അല്ലേ, അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി ഓടും. അപ്പോൾ നമ്മൾ പറയാം അന്ന് നമ്മുടെ ക്ലോക്ക് ബാറ്ററി തീരാറായിട്ടുണ്ട്, പതുക്കെ ഓടുന്നത് നമ്മൾ പറയും. അപ്പോൾ പതുക്കെയാണ് അത് അതിൻ്റെ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്ത് നിർത്തുന്നത്. ഒരു സഡൻ അല്ല, പെട്ടെന്ന് നിൽക്കുന്നില്ല. എന്നാൽ വാച്ചിലെ ബാറ്ററിയോ പെട്ടെന്ന് അങ്ങ് നിന്ന് പോകും. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ഡ്രൈ സെല്ലാണ് നമ്മൾ ക്ലോക്കിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സെൽ റിയാക്ഷനിൽ ഇലക്ട്രോലൈറ്റിൽ നിന്നുള്ള അയോൺ ഉള്ളത് കൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് വരും, വ്യതിയാനം വരും. അതുകൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് കോൺസ്റ്റൻറ്റ് EMF. ദ EMF മേ വേരി ബിറ്റ്വീൻ 1.25 to 1.5 വോൾട്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ആ ബാറ്ററിയിൽ 1.5 വോൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ EMF കുറഞ്ഞ് വരും. അവസാനമൊക്കെ ആകുമ്പോഴേക്കും അതൊരു 1.25 വോൾട്ടായിട്ടൊക്കെ കുറയും. അപ്പോഴാണ് നമ്മളെ സമയം ബാക്കിലോട്ട് ഓടുന്നതായിട്ട് തോന്നുന്നത്. ദിസ് ഈസ് ദി ഡ്രൈ സെൽ, ലെക്ലാഞ്ചേഴ്സ്. നമ്മൾ അടുത്ത സെല്ല് നോക്കാം. അതാണ് മെർക്കുറി സെൽ. മെർക്കുറി സെൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇങ്ങനെ ഒരു പാരസെറ്റമോളിൻ്റെ ആകൃതിയിൽ ചെറിയ വട്ടത്തിൽ കാണുന്ന നമ്മളെ ബട്ടൺസിനെ പോലെയുള്ള ചെറിയ ബാറ്ററി, അതാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. അതിൻ്റെ ആനോഡ് സിങ്ക് അമാൽഗമാണ്. അമാൽഗം മീൻസ് ദ വൺ കോട്ടഡ് വിത്ത് മെർക്കുറി, ദാറ്റ് ഈസ് അമാൽഗം. സോ സിങ്ക് അമാൽഗമാണ് ആനോഡ്. പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ് കാഥോഡ് എന്ന് പറയുന്നത്. പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ. ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് എ പേസ്റ്റ് ഓഫ് KOH ആൻഡ് സിങ്ക് ഓക്സൈഡ്. ആൻഡ് ആനോഡ് റിയാക്ഷൻ നോക്കുക, ഓക്സിഡേഷൻ ആണ്. സിങ്ക് അമാൽഗം പ്ലസ് 2 OH മൈനസ് ഗിവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ. And the cathode reaction HgO plus H2O plus 2 electron gives Hg plus 2 OH minus. Overall reaction നോക്കൂ, zinc amalgam plus HgO gives ZnO plus HgL. Hg ലിക്വിഡ് സെല്ലുള്ള മെർക്കുറിയാണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഈ സെൽ റിയാക്ഷൻ നോക്കൂ നിങ്ങൾ. സിങ്ക് അമാൽഗം ആനോഡാണ്, മെർക്കുറിക് ഓക്സൈഡ് കാഥോഡാണ്.
There is no ions from solution. There is no involvement of any ions from solution. Solution il ഒരു ഇലക്ട്രോണും ഒരു അയോണും ഇതിൽ കാണപ്പെടുന്നില്ല. So it can produce a constant EMF of 1.35 volt. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പ്രൈമറി സെല്ലിലെ രണ്ട് ബാറ്ററികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഡ്രൈ സെല്ലിൽ കോൺസ്റ്റന്റ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവസാനമാകുമ്പോഴേക്കും അതിന് വേരിയേഷൻ വരാം. എന്നാൽ മെർക്കുറി സെല്ല് പെട്ടെന്നാണ് നിൽക്കുക, അതൊരു കോൺസ്റ്റന്റ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ EMF എന്ന് പറയുന്നത് 1.35 വോൾട്ടാണ്. ദിസ് ഈസ് ദി ടു പ്രൈമറി ബാറ്ററീസ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് സെക്കൻഡറി ബാറ്ററീസ് ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത, the reaction can be reversed. റിയാക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ we can recharge rechargeable batteries ആണ്. therefore we can reuse. പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ്. റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീചാർജബിൾ ബാറ്ററീസ് ഈസ് നോൺ ആസ് സെക്കൻഡറി സെൽസ്. The main example is lead storage battery. The battery which are used in our vehicles, lead storage battery and also nickel cadmium cell. വേറെ ഒരുപാടുണ്ട്. നമ്മൾ ലിഥിയം ബാറ്ററീസ് ആണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ റീചാർജബിൾ ബാറ്ററീസ് ആണ്, സെക്കൻഡറി സെൽസ് ആണ്. പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ് നമ്മളെ സിലബസിലുള്ളത്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം സെല്ലും. അപ്പം നോക്കാം. ഇതാ ഒന്നാമത്തത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. നമ്മൾ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത്. അതിൻ്റെ ആനോഡ് നോക്കൂ. ആനോഡ് ഈസ് ലെഡ്, ആനോഡ് ലെഡാണ്. കാഥോഡ് ലെഡ് ഡയോക്സൈഡ് ആണ്, PbO2 ആണ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് 38% ഓഫ് H2SO4 ആണ്. നമ്മൾ ആസിഡ് വാട്ടർ എന്നൊക്കെ പറയില്ലേ, സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ്. ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ആനോഡ് ഈസ് ലെഡ് പ്ലസ് SO4 മൈനസ്. SO4 മൈനസ് എവിടെ നിന്ന് വന്നതാ? സൾഫ്യൂരിക് ആസിഡ് അയോൺ ആണ്. ലെഡ് പ്ലസ് SO4 മൈനസ് ഗിവ്സ് PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പോൾ ആനോഡിൽ ലെഡ് സൾഫേറ്റ് ഉണ്ടാവുന്നു. കാഥോഡ് നോക്കൂ, PbO2 പ്ലസ് SO4 മൈനസ് പ്ലസ് 4H പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് PbSO4. കാഥോഡിലും ലെഡ് സൾഫേറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നന്നായി ശ്രദ്ധിക്കുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ വർക്കിംഗ് സംഭവിക്കുന്നത് എന്താണ്? ആനോഡിലെ ലെഡ് സൾഫേറ്റ് ആവുന്നു, കാഥോഡിലെ ലെഡ് ഡയോക്സൈഡും ലെഡ് സൾഫേറ്റ് ആവുന്നു. സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂം ചെയ്യുന്നു. 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ലെഡ് അറ്റ് ആനോഡ് ഈസ് കൺവേർട്ടഡ് ടു ലെഡ് സൾഫേറ്റ്, lead dioxide at cathode is converted to lead sulfate and the sulfuric acid is consumed. Okay, the overall cell reaction is Pb plus PbO2 plus 2H2SO4 gives 2 PbSO4 plus 2H2O. ഇതാണ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് തീർന്നു, നമ്മളതിനെ റീചാർജ് ചെയ്യാൻ പോവാണ്. So once you recharged, during the recharging process, what happened to the cell? The reaction get reversed. ഇത് റിവേഴ്സ് ആവും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. 2PbSO4 plus 2H2O gives Pb plus PbO2 plus 2H2SO4. ഉണ്ടോ? അപ്പം റീചാർജിങ് നടക്കുമ്പോൾ, നമ്മൾ രണ്ടാമത് റീചാർജ് ചെയ്യുമ്പോൾ, പവർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ റിയാക്ഷൻ റിവേഴ്സ് ആവും. റിവേഴ്സ് ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നോക്കൂ. ലെഡ് സൾഫേറ്റ്, 2 ലെഡ് സൾഫേറ്റ് ഉണ്ട്. ഒന്ന് ആനോഡിലെ ലെഡ് സൾഫേറ്റ് ഉണ്ട്, 2 കാഥോഡിലെ ലെഡ് സൾഫേറ്റ് ഉണ്ട്. അതിനെന്താ സംഭവിക്കുക? ലെഡ് സൾഫേറ്റ് ഇസ് കൺവേർട്ടഡ് ടു ലെഡ് ആൻഡ് ലെഡ് ഡയോക്സൈഡ്. വെരി സിമ്പിൾ ആണ്. ലെഡ് സൾഫേറ്റ് അറ്റ് ആനോഡ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ലെഡ് and lead sulfate at cathode is converted back to lead dioxide. And also lead sulfate, the sulfuric acid is formed. അപ്പോൾ വീണ്ടും എന്തായി? ഫുള്ള് സെറ്റായി, ഫുൾ പവറായി. തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? വർക്കിംഗ് കണ്ടീഷനിൽ നടക്കും. ലെഡ് സൾഫേറ്റ് ഉണ്ടായപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായല്ലോ. ആനോഡിൽ ലെഡ് ഉണ്ടായി, കാഥോഡിൽ ലെഡ് ഡയോക്സൈഡ് ഉണ്ടായി. വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുന്നു. ആനോഡിലെ ലെഡ് സൾഫേറ്റ് ആവുന്നു, കാഥോഡിലെ ലെഡ് ഡയോക്സൈഡ്
ലെഡ് സൾഫേറ്റ് ആവുന്നു. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ തിരിച്ചു വീണ്ടും സംഭവിക്കുന്നു. ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, നിക്കൽ കാഡ്മിയം സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെല്ല് ആനോഡ് നിക്കൽ 3 ഹൈഡ്രോക്സൈഡ് ആണ്, നിക്കൽ OH ത്രൈസ് ആണ്, കാഥോഡ് കാഡ്മിയം ആണ്, ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിലെ സെൽ റിയാക്ഷൻ മാത്രം നമ്മൾ ഓർത്താൽ മതി. കാഡ്മിയം പ്ലസ് 2 നിക്കൽ OH ത്രൈസ് ഗിവ്സ് കാഡ്മിയം ഓക്സൈഡ് പ്ലസ് 2 NaOH ത്രൈസ് പ്ലസ് H2. These are all about the batteries. So there are only two types of batteries, primary and secondary. Primary means that we cannot recharge, we cannot reuse. Secondary battery means we can recharge and we can reuse. Got it? Now we learned different types of batteries, primary batteries and secondary batteries, rechargeable and non-rechargeable batteries. There are one special type of batteries out there, that is fuel cell. From the word, from the name, you know something special is there. Fuel cell. What is fuel cell? Fuel cell is a special cell, special galvanic cell that is designed to convert energy of a combustion of fuels like hydrogen, methane and methanol directly into electrical energy. There is a special galvanic cell which convert energy of combustion of fuels like hydrogen, methane and methanol into electrical energy. അപ്പോൾ ഹൈഡ്രജൻ, മെഥനോൾ, മീഥേൻ പോലെയുള്ള ഫ്യൂവൽസിൻ്റെ ജ്വലനത്തിൽ നിന്ന് കിട്ടുന്ന, അവരുടെ കമ്പഷനിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ കഴിവുള്ള ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ സെൽ. And the one important example of fuel cell is hydrogen oxygen fuel cell. Hydrogen oxygen fuel cells were used in Apollo space missions. നമുക്കറിയാലോ അപ്പോളോ സ്പേസ് മിഷൻസ് അറിയാലോ. അപ്പോളോ ബഹിരാകാശ വിമാനവാഹനമായിരുന്നു അല്ലേ. അവരന്ന് ആ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് അവരുടെ പർപ്പസിന് വേണ്ടി അവർ ആ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ബാറ്ററിയായിരുന്നു H2O fuel cells. So what are the functions of hydrogen oxygen fuel cell? നമുക്ക് എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും. So in this fuel cell, hydrogen and oxygen are continuously supplied and continuously bubbled through a porous electrodes into concentrated NaOH solution. Concentrated NaOH solution. This is a setup of a fuel cell. അപ്പോൾ ഹൈഡ്രജൻ ഓക്സൈഡ് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് പോർസ് ഇലക്ട്രോഡിലൂടെ ഹോൾസ് ഉള്ള ഇലക്ട്രോഡ്സിലൂടെ ഈ കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷനിലൂടെ ബബിൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക. And what are the reaction take place at anode and cathode? At anode, the reaction is H2 plus 4OH minus gives 4H2O plus 4 electron. Anode means oxidation, releasing of electron. And at cathode, oxygen plus 2H2O plus 4 electron gives 4OH minus. അപ്പോൾ ആനോഡിൽ ഹൈഡ്രജനും കാഥോഡിൽ ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു, ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ടാകും. So the cell reaction is ഇതിനെന്താ ഡേറ്റാ പോലെ. അപ്പോൾ നമുക്ക് 4OH minus 4OH കട്ട് ചെയ്യാം, 4 electron കട്ട് ചെയ്യാം, 2H2O 4H2O കട്ട് ചെയ്തോടെ 2H2O ആണ്. So the reaction is the remaining is 2H2 plus O2 gives 2H2. So the only one byproduct in the hydrogen oxygen fuel is water. Water. In Apollo space missions, they used this water for drinking. It is drinkable. It is highly pollution free. അപ്പോൾ നമുക്ക് ഇതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് fuel cell. First one is it is highly efficient. It is highly efficient. Almost 70% efficient than other cells. And second one is, as long as you supplying the raw materials, hydrogen and oxygen, it can produce EMF. അപ്പോൾ നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും കൊടുക്കുന്ന കാലത്തോളം ഇവ EMF പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും.
So it can continuously, it can produce EMF continuously as long as raw materials are supplied. Raw materials are നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഓക്സൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ഓക്സൈഡ്. അപ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന കാലത്തോളം ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. And the third one is it is highly pollution free. So in the case of hydrogen oxide fuel cell, the water produced is drinkable. So the future cells are going to be hydrogen oxide fuel cell. Next, we are going to discuss about corrosion. What is corrosion? You are seeing that the iron rods are rusting and the surface of the copper become greenish color. This type of chemical reaction is known as corrosion. Corrosion is one type of reaction in which the metal surface is coated with the oxides, sulfates or carbonates. That chemical reaction is known as corrosion. Our metallic surface, oxide item, sulfide item, okay, chemical reactions are. The surface is coated with their oxides and sulfates. അത് നമ്മൾ കൊറോഷൻ എന്ന് പറയാം അല്ലേ. അത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു റിയാക്ഷനാണ്, ഒരു കൊറോഷൻ എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമുക്ക് ഫെമിലിയർ ആണ്, വെരി മച്ച് ഫെമിലിയർ ആണ്. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത്. സോ ദ കൊറോഷൻ ഓർ റസ്റ്റിംഗ് ഓഫ് അയൺ is one type of electrochemical reaction. That is one type of redox reaction. The important thing ആണ്. അതൊരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ. അതൊരു സുപ്രഭാതത്തിൽ ഒരു മൊമെന്റിൽ നടക്കുന്നതാണ്, അല്ല, ടൈം എടുത്ത് നടക്കുന്നതാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്? ഹൗ ദ അയൺ റോഡ് ബിക്കം റസ്റ്റ്? നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു മെറ്റാലിക് റോഡ് ഉണ്ടെന്ന് കരുതുക. ഇതൊരു മെറ്റാലിക് റോഡാണെന്ന് കരുതുക, അയൺ റോഡാണ് എങ്കിൽ ഇതിൻ്റെ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് one metallic ion loses its electron, releases its electron. അതിൻ്റെ ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഓക്സിഡേഷൻ നടന്ന പോയിന്റ് ആണ്. അത് ആനോഡായിട്ട് ബിഹേവ് ചെയ്യും. സോ at one spot in the metallic rod, iron rod, it releases electron. അപ്പോൾ ആ സ്പോട്ട് ആനോഡായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ആനോഡ് റിയാക്ഷൻ എന്താണ്? Fe2+, 2Fe ആണെങ്കിൽ 4 electron. And the released electron moving through the metallic rod ഇതിലൂടെ സഞ്ചരിക്കും. And at another point it oxidizes atmospheric oxygen. It reduces atmospheric oxygen. Upon the atmospheric oxygen reduce in percentage of H2+. Upon the reaction O2+, 4H+ gives 2H2. അപ്പം 0 ലെവൽ -2 ആയി റിഡക്ഷൻ നടക്കും ഓക്സിജൻ. അപ്പോൾ ഈ H+ എവിടെ നിന്ന്? അതുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കണമെങ്കിൽ നമുക്കറിയാം നിർബന്ധമായിട്ടും ഈർപ്പം ഉണ്ടാവണം, ഹ്യൂമിഡിറ്റി ഉണ്ടാവണം അല്ലേ, വാട്ടർ പ്രസൻസ് ഉണ്ടാവണം, എയർ ഉണ്ടാവണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും, H2CO3 ഉണ്ടാവും. ആ H2CO3 ആണ് H+ പ്രൊവൈഡ് ചെയ്യുന്നത്. In presence of that H+, oxygen is produced. അപ്പോൾ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഇരുമ്പ് തുരുമ്പിക്കണമെങ്കിൽ ഈർപ്പം ഉണ്ടാവണം, മോയ്സ്ചർ ഉണ്ടാവണം. There should be a presence of water. And this water combined with atmospheric carbon dioxide and from carbonic acid. This carbonic acid releases H+ ion. And the presence of that H+ ion, atmospheric oxygen reduced by the electrons moved from the metallic rod. അപ്പോൾ ഒരു ഫോട്ടോൺ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്നുണ്ടോ റിയാക്ഷൻ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഓവർ റിയാക്ഷൻ നോക്കും നിങ്ങൾ. പാനോടിലും കാതുള്ള റിയാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് 2Fe+ or 2 gives 4H+ gives 2Fe2+ + 2H2. ഓവർ റിയാക്ഷൻ ആണ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന Fe2+ ആയോ.
is further oxidized by atmospheric oxygen and come out as hydrated ferric oxide. Fe2O3 exits to O. Fe2O3 exits to O. This is known as rust. ഇതിനാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആണ്. ഒരു സ്പോട്ടിൽ ഓക്സിഡേഷൻ നടക്കുന്നു, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, തൊട്ടടുത്ത സ്പോട്ട് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തുള്ള സ്പോട്ടിൽ വെച്ചിട്ട് അറ്റ്മോസ്ഫിയർ ഓക്സിജൻ റെഡ്യൂസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് H+ അയൺ. അത് കാർബോണിക് ആസിഡിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഫസ്റ്റ് അയോൺ ഫർദർ ഓക്സിഡൈസ്ഡ് ബൈ atmospheric oxygen and come out as hydrated form. That's hydrated ferric oxide is known as rust.